ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങള് കാ തൊട്ട് ഞാ വരെയായിരുന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാരെ എഴുതിക്കൊണ്ട് വന്നോ? ബുക്കിലേക്ക് കൊണ്ടുവന്നോ? നല്ല മക്കളാണല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും റെഡിയാണോ പഠിക്കാനായിട്ട്? എങ്കില് 2 ലൈനിന്റെ ബുക്കും ഒരു പെൻസിലും കൂടെ എടുത്തു വെച്ചിട്ടിരുന്നോ കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന്. ഒന്നുകൂടെ നോക്കിയാലോ? നോക്കിക്കോട്ടാ. ഇത് എന്തക്ഷരായിരുന്നു? കാ. കാ, ഖ, ഗ, ഇഖ, ങ. ഓർക്കുന്നുണ്ടോ മക്കള്? ഒന്നുകൂടെ വായിക്കാട്ടോ. കാ, ഖ, ഗ, ഇഖ, ങ. കാ, ഇഖ, ഗ, ഇഖ, ങ. അല്ലേ? കാ, ഇഖ, ഗ, ഇഖ, ങ. ഓർമ്മ കിട്ടിയോ ഇപ്പോ? അടുത്ത ലൈൻ നോക്കാം നമുക്ക്. അടുത്ത എന്തായിരുന്നു? ച, ഇച്ച, ജ, ഇജ, ഞ. ഓർക്കണുണ്ടോ കൂട്ടുകാര്? ച, ഇച്ച, ജ, ഇജ, ഞ. ഇതായിരുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ അടുത്ത ലൈൻ പഠിച്ചാലോ? റെഡി അല്ലേ? എങ്കിലും ഞാൻ ആദ്യം എഴുതി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുക്കിലേക്ക് എഴുതാം കേട്ടോ. അടുത്ത എന്താണ്? ട, ഇട്ട, ഡ, ഇട്ട, ന. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുക, പുറത്തേക്ക് നോക്കിയിരിക്കല്ലേ. ഓരോന്നായിട്ട് എഴുതാം നമുക്ക്. റെഡി അല്ലേ? ആദ്യത്തെ അക്ഷരം എന്താണ്? ഡായാണ്. ഡാ എങ്ങനെയാടാ എഴുതുന്നേ? നോക്കിയിരിക്കണേ. നമ്മള് ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതില്ലേ, അതുപോലെ കൊണ്ടുവന്നിട്ട് സി ഇങ്ങോട്ട് തിരിച്ചിടുന്നതാണ് കേട്ടോ. എന്തക്ഷരാണിത്? ഡാ. നോക്കിയിരിക്കേ. ഇങ്ങനെ സി എഴുതുന്ന പോലെ കൊണ്ടുവന്ന് സി ഇങ്ങോട്ട് തിരിച്ചിടുന്നതാണ്. എന്താണിത്? ഡാ. നോക്ക്, കുടം. കുടം എന്നൊക്കെ നമ്മൾ എഴുതത്തില്ലേ, അപ്പൊ എഴുതുന്നതാണ് കേട്ടോ ഇത്. എന്തക്ഷരാണിത്? ഡാ. ശ്രദ്ധിച്ചിരിക്കണേ. കണ്ടോ? സിമ്പിൾ ആണല്ലേ? എഴുതാൻ പറ്റൂലേ? നോക്കിക്കോട്ടാ. ഡാ. എസ് എഴുതൂലേ ഇംഗ്ലീഷ് ലെറ്റർ, അതാണല്ലേ ഇത്. എന്തക്ഷരാണ്? ഡാ. കുടോന്ന് എഴുതുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന അക്ഷരാണ് കേട്ടോ ഇത്. ശ്രദ്ധിച്ചിരിക്കണേ. ഡാ. പറഞ്ഞേ. ഡാ. എഴുതാൻ പറ്റുമോ? നോക്കിയിരിക്ക്. രണ്ടെണ്ണം കൂടെ എഴുതി കാണിക്കാം കേട്ടോ. ഡാ. പറ്റില്ലേ? എന്തക്ഷരാണിത്? ഡാ. കുടോന്ന് എഴുതുമ്പോഴത്തേക്കും ഈ ഡായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത എന്തക്ഷരാണ്? ഡാ, ഇഡ. ഇട്ട. ഇട്ട എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ഓ എഴുതില്ലേ, പൂജയൊക്കെ വരക്കത്തില്ലേ, അതുപോലെ ഇട്ടാ മതിയേ. ഡാ, ഇട്ട. സിമ്പിൾ ആണല്ലേ അത്? ഒരു വട്ടപൂജ്യം വരച്ചാൽ മാത്രം മതി അല്ലേ? നോക്കിക്കോ. എന്തക്ഷരാണ്? ഡാ. ഡാ, ഇട്ട. ഇട്ട. ഇതെന്തിനാ എഴുതുന്നതെന്ന് അറിയോ കൂട്ടുകാർക്ക്? പീഠം. പീഠം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ ടായാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ട, ഇട്ട. ഇട്ട നമുക്ക് എഴുതാം അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. ചുമ്മാ ഇങ്ങനെ വട്ടപൂജ്യം വരച്ചാൽ മാത്രം മതി അല്ലേ? എന്തക്ഷരാണ്? ഇട്ട. ഡാ, ഇട്ട. പീഠം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ ടായാണ് ഉപയോഗിക്കുന്നത്. എഴുതണോ താഴത്തേക്ക്? സിമ്പിൾ അല്ലേ? എഴുതണമെങ്കിൽ എഴുതാട്ടാ. നോക്കിക്കോ. ഇങ്ങനെ എഴുതിയാൽ മതി, വട്ടപൂജ്യം വരയ്ക്കുന്ന പോലെ അല്ലേ? നോക്കിയിരിക്കണേ. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കണം. എന്തക്ഷരാണപ്പോ? ഡാ, ഇട്ട. ഇട്ട എഴുതാൻ ഭയങ്കര സിമ്പിൾ ആണല്ലേ? നോക്കിയിരിക്കണേ. കണ്ടോ എങ്ങനെ എഴുതുന്നേ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട. ഡാ, ഇട്ട. പഠിച്ചില്ലേ? അടുത്ത അക്ഷരം എഴുതാന്നാ? എഴുതണോ ഒന്നുകൂടി? രണ്ടെണ്ണം കൂടി എഴുതി കാണിക്കാട്ടാ. നോക്കിയിരിക്കണേ. ഇട്ട. ഇട്ട. ഡാ, ഇട്ട.
ഇട്ട. ഡാ വെച്ചിട്ട് വാക്ക് എന്തായിരുന്നു പറഞ്ഞത്? കുടം. ഇതെന്തെന്നാ? പീഠം അല്ലേ? അടുത്ത അക്ഷരം എന്താണ്? ഡ ഇട്ട ഡ. ഇത് എഴുതണം എങ്ങനെയാടാ? റാ എഴുതിയിട്ട് റാ എഴുതി നിർത്തിയ ശേഷം എന്താ നമ്മൾ ചെയ്യാ? നാ എഴുതുന്നത് മറിച്ചിട്ട് മതി അല്ലേ? എന്തക്ഷരാണിത്? ഡ ഇട്ട ഡ അല്ലേ? ട ഇട്ട ഡ. അറിയോ കൂട്ടുകാർക്ക്? നോക്കിയിരിക്കണേ. റാ എഴുതിയിട്ട് എന്താ ചെയ്യാ? നാ മറിച്ചിടുന്നുണ്ടല്ലേ? എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞോട്ടോ, ശ്രദ്ധിച്ചിരുന്നാ മതിയേ. റാ എഴുതിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നേ? റാ തിരിച്ചിടുന്നു അല്ലേ? ഒരു റാ ഇങ്ങോട്ട് ഇടുന്ന, ഒരു റാ തിരിച്ചിടുന്നു. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇടുന്നുണ്ട്. എന്തക്ഷരാണ്? ട ഇട്ട ഡായാണിത്. ട ഇട്ട ഡ. ഒന്നുകൂടെ പറഞ്ഞേ. ട ഇട്ട ഡ. ഡ എഴുതാൻ നോക്കാം നമുക്കൊന്നും കൂടി. ശ്രദ്ധിച്ചിരിക്കണേ കൂട്ടുകാര്. റാ എഴുതിയിട്ട് എന്താ ചെയ്യാ? ഇങ്ങനെ തിരിച്ച് റാ എഴുതുന്നുണ്ട് അല്ലേ? ഇനി അതിൻ്റെ മേലെ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ. എന്തക്ഷരാണ്? ഒന്നുകൂടെ ആദ്യം തൊട്ട് പറയണോ? ഇത് വെച്ചിട്ടൊരു വാക്ക് പറയാമോ കൂട്ടുകാർക്ക്? ഗരുഡൻ. ഗരുഡൻ എന്നൊക്കെ നമ്മൾ എഴുതത്തില്ലേടാ? അപ്പൊ ഈ ഡായാണ് കേട്ടോ ഉപയോഗിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ശ്രദ്ധിച്ചിരിക്കണേ. റാ എഴുതി ഞാൻ മറിച്ചിടുന്നുണ്ടല്ലേ? എന്തക്ഷരാണ്? ഡ. ഗരുഡൻ. ഡ. ഡ എഴുതാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇങ്ങോട്ട് ആദ്യം റാ വരച്ചിട്ട് തിരിച്ച് 2 റാ വരച്ചാൽ മതി അല്ലേ? പഠിച്ചോ? ട ഇട്ട ഡ. ഇട്ടയാണ് കേട്ടോ ഇത്. ഡക്ക. ഡക്ക എന്നൊക്കെ നമ്മൾ എഴുതൂലേ? അപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് സെയിം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു, അതിന്റെ ഉള്ളിൽ ഒരു ചുറ്റിക്കെട്ടിട്ട് വെക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? കണ്ടോ എങ്ങനെ എഴുതുന്നേ? റാ എഴുതി നാ മറിച്ചിട്ട് ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിടുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിരിക്ക. റാ എഴുതി നാ മറിച്ചിട്ട് ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഡക്ക എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡായാണ് കേട്ടോ എഴുതുന്നേ. ട ഇട്ട ഡ ഇഡയാണിത്. ഡക്ക എന്നൊക്കെ എഴുതാനായിട്ട് നോക്കിയിരിക്കേ. റാ എഴുതി നാ തിരിച്ചിട്ട് ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? റാ എഴുതി നാ തിരിച്ചെഴുതി ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ട ഇട്ട ഡ ഇട്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താണ്? നായാണ്. നായ എഴുതാൻ സിമ്പിൾ ആണല്ലേ? നോക്കിയിരുന്നോ? ഇങ്ങനെ ഇട്ട് റായിയുടെ ഉള്ളില് ഒരു ചുറ്റിക്കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു നായും കൂടെ എഴുതി കൊടുത്താൽ മതിയേ. കണ്ടോ? എന്തക്ഷരാണത്? നാ. നാ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? എന്ത് വാക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്? വീണ. വീണ എന്ന് എഴുതില്ലേ? അപ്പോൾ ഈ നായാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. റായിയുടെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ട് നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ട് നാ എഴുതുന്നുണ്ട് അല്ലേ? അങ്ങനെയാണോ കൂട്ടുകാർ? ഇവിടെ ശ്രദ്ധിച്ചിരിക്ക. നോക്കിക്കോ. ഇങ്ങനെ എഴുതി. എങ്ങനെയാടാ നാ എഴുതുന്നേ? റായുടെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട് നമ്മൾ എന്താ ചെയ്യാ? നാ എഴുതി കൊടുക്കുന്നുണ്ടല്ലേ? എന്തക്ഷരാണിത്? നാ. പറഞ്ഞേ ഒന്ന്. എന്തക്ഷരാണ്? നാ. നോക്കിക്കോ. റായുടെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട് നാ എഴുതി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ എത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു? ട ഇട്ട ഡ ഇട്ട ന. ഇത്രയാണല്ലേ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ട ഇട്ട ഡ ഇട്ട ന. ന എഴുതട്ടെ രണ്ടെണ്ണം കൂടി. ശ്രദ്ധിച്ചിരിക്കാവോ? എന്താ ചെയ്യാ? ഒന്ന് എഴുതിയ കൂട്ടുകാരെന്ന്. റായുടെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട്
നാ എഴുതി കൊടുക്കുന്നുണ്ടല്ലേ. വീണ. നോക്കിയിരിക്ക്. എന്താ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്? മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ നോക്കിയിരിക്കണേ. റായുടെ ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട് ഇവിടെ നോക്കിയിരിക്ക്. നാ എഴുതുമ്പോഴത്തേക്കും എന്തക്ഷരായത്? വീണ. വാക്കുകൾ എഴുതി തരണോ? വാക്കുകൾ എഴുതണോ? നമുക്കിത് തുടച്ചിട്ട് ഓരോ വാക്കുകളും കൂടെ എഴുതാം കേട്ടോ. ഒരു മിനിറ്റേ, തുടക്കട്ടെ കേട്ടോ. എഴുതാം. അപ്പൊ നമുക്ക് ഓരോ വാക്കുകൾ കൂടെ പഠിച്ചാലോ. ഡാ വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കുടം. എന്ത് വാക്കായിരുന്നു? സെക്കൻഡേ. അപ്പൊ നമ്മള് ഡാ വെച്ചിട്ട് എന്ത് വാക്കായിരുന്നു പറഞ്ഞത്? കുടം. കുടം എങ്ങനെ എഴുതുന്നേ? കു-ഡ-അം. കുടം. കുടത്തിൽ എവിടെയാ ഡാ വരുന്നത്? കൂട്ടുകാർ കാണുന്നുണ്ടോ? ദാ നോക്കിയേ, ഇതല്ലേടാ, ഇതാണ് ട. ട. അടുത്ത അക്ഷരം എന്താണ്? ഇട്ട. ഇട്ട വെച്ചിട്ട് നമ്മൾ ഏത് വാക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഇട്ട വെച്ചിട്ട് ഏതായിരുന്നു അറിയാവോ? മറന്നുപോയോ? ഇട്ട വെച്ചിട്ടൊരു വാക്ക് മിഠായി. മിഠായി. ഇവിടെ എഴുതട്ടെ, ഇവിടെ എഴുതാം അല്ലേ. മിഠായി. ഇതില് ഠ എവിടെയാടാ വരുന്നേ? ദാ വരുന്നല്ലേ. എന്തക്ഷരാണിത്? ഠ. ഡ ഇട്ട. എങ്ങനെ വായിക്കുന്നേ? മിഠായി അല്ലേ? മിഠായി. മനസ്സിലായോ കൂട്ടുകാർക്ക്? മിഠായി എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ. അടുത്ത അക്ഷരം എന്താണ്? ട ഇട്ട ഡ. ഇത് വെച്ചിട്ട് വാക്ക് എന്തായിരുന്നടാ? ഗരുഡൻ അല്ലേ? ഗ രാ രു എന്തായിരുന്നടാ? ഗരുഡൻ. ഗരുഡൻ. നോക്കിയിരിക്ക. ഗ രാ രു ഡ ഇൻ. ഗരുഡൻ. ഈ ഡ വെച്ചിട്ടല്ലേ. അടുത്ത വാക്ക് എന്താണ്? ഇട്ട. ഇട്ട വെച്ചിട്ട് എന്തെന്നാണ്? നോക്കിയിരിക്കണേ. വാക്ക് എഴുതട്ടെ ഞാൻ. ഡ ക. എന്തക്ഷരാണിത്? ഡ. ഡ ക. ഡക്ക. അടുത്ത വാക്ക് എന്താണ്? നായാണല്ലേ. നാ വെച്ചിട്ട് വീണ. വീണ. ഇതിൽ എവിടെ വന്നിരിക്കുന്ന ഈ വാക്കുകളൊക്കെ എവിടെ വന്നിരിക്കുന്ന? കൂട്ടുകാരെ നോക്കിക്കേ, എവിടെ വന്നിരിക്കുന്നേന്ന്. ഡാ വെച്ചിട്ട് ഗ രു ഡൻ. എവിടാടാ? ദാ ഇവിടെ ഉണ്ടല്ലേ. അടുത്ത എന്തെന്നാണ്? ഠ. ഠക്ക. ഇവിടെ ഉണ്ട്. നാ വെച്ചിട്ട് വീണ. നാ എവിടാണ്? ഇവിടെ. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്? ക ഖ ഗ ഇഖ ങ. നോക്കിയിരിക്കടാ. കാ തൊട്ട് നമ്മൾ നാ വരെയാണല്ലേ പഠിച്ചത്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചിരിക്കാവോ? നമുക്കിത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. കാ ച ട. കാ ച ട. ത പ. അതിന്റെ താഴെ തായും പായും കൂടെ വരുന്നത്. അതുകൂടെ കംപ്ലീറ്റ് പഠിച്ചിട്ട് നമുക്ക് ആദ്യം തൊട്ട് പറയാം അല്ലേ. നോക്കിയിരിക്കണേ. കാ തൊട്ട് നാ വരെയാണ് അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ട ഇട്ട ഡ ഇട്ട ണ. അത് വെച്ചിട്ടുള്ള ഓരോ വാക്കുകളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. നോക്കിക്കേ. ഡാ വെച്ചിട്ട് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? കുടം. ഠ വെച്ചിട്ട് എന്തായിരുന്നു? മിഠായി. ഡാ വെച്ചിട്ട് ഗരുഡൻ. ഠ വെച്ചിട്ട് ഠക്ക. നാ വെച്ചിട്ട് എന്തായിരുന്നു? വീണ. വായിക്കാൻ പറ്റുമോ കൂട്ടുകാർക്ക്? ഒന്നുകൂടെ നോക്കിയിരിക്കേ. പതിയെ പറയാം. ഡ ഇട്ട ഡ ഇട്ട ണ. ഏതായിരുന്നു? ട ഇട്ട ഡ ഇട്ട ണ. എത്ര അക്ഷരങ്ങൾ പഠിച്ചു ഈ ക്ലാസ്സിൽ? 5 അക്ഷരങ്ങൾ പഠിച്ചല്ലേ.
അപ്പോൾ 5 അക്ഷരങ്ങളും അതുകൊണ്ടുള്ള വാക്കുകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാർ പഠിച്ചില്ലേ? റെഡിയാണോ? ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ഒപ്പം ഒന്ന് വായിക്കാവോ? നോക്കിയിരിക്കണേ. ട ഇട്ട ഡ ഇട്ട ണ. അത്രയും പഠിച്ചോ കൂട്ടുകാര്? അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും 2 ലൈൻ ബുക്കിൽ എഴുതിക്കൊണ്ട് വരണം. കൂടെ വാക്കുകളും കൂടെ വായിക്കാൻ കൂടെ പഠിക്കണം. റെഡിയല്ലേ? അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.